ഇന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്ക് സിറ്റിയിലെ കാഴ്ചകൾ കാണാം. ഏറ്റവും പ്രധാന അട്രാക്ഷൻസും സ്ട്രീറ്റുകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ രാത്രിയോ പകലോ ഇല്ല, ഏത് സമയത്തും സിറ്റിയിൽ വലിയ ജനത്തിരക്ക് തന്നെയാണ് നമുക്ക് കാണാനാവുക. ഇപ്പോൾ നമുക്ക് ഈ സിറ്റിയിലൂടെ നടക്കാം. എങ്ങനെയാണ് ഇവിടുത്തെ ലൈഫ് എന്ന് നോക്കാം, എന്തൊക്കെയാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും എന്ന് നോക്കാം. ഇപ്പം നല്ല വെയിലുള്ള സമയമാണ്. ഇവിടെ വാൾ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ നമുക്ക് വെയിൽ അനുഭവപ്പെടില്ല. അതിന് പ്രധാന കാരണം ഈ വലിയ ബിൽഡിങ്ങുകൾ, ആകാശം മുട്ടയുള്ള ബിൽഡിങ്ങുകളാണ് എല്ലായിടത്തും. അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലും വെയിലടിക്കാത്ത രീതിയിലുള്ള സ്ട്രീറ്റുകളാണ് ഇവിടെ എല്ലാം ഉള്ളത്. ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ ഇതുപോലെ ധാരാളം റെസ്റ്റോറൻറ്റുകളാണ് എല്ലായിടത്തും കാണാനാവുക. അധികം എക്സ്പെൻസീവ് ഒന്നുമല്ല. ഇപ്പോൾ ചെറിയ പെട്ടിക്കട മുതൽ വലിയ റെസ്റ്റോറൻറ്റുകൾ വരെ എല്ലായിടത്തും നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ വളരെ ചെറിയ ക്യാഷിൽ നമുക്ക് ഫുഡ് വാങ്ങാൻ പറ്റുന്ന ചെറിയ സെൻറ്ററുകൾ, ഇതുപോലെ ചെറിയ പെട്ടിക്കടകൾ പോലെയുള്ള ചെറിയ ഫുഡ് ഷോപ്പുകളും ധാരാളമുണ്ട്. ഈ റോഡുകളിലെല്ലാം ഇപ്പോൾ കിലോമീറ്ററുകളോളം ഇതുപോലെ ധാരാളം റെസ്റ്റോറൻറ്റുകളുടെ ഒരു നീണ്ട നിര തന്നെയാണ്. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ചൈനീസ് ടൗൺ ഉണ്ട്. അവിടെ ചെല്ലുകയാണെങ്കിൽ 200-ലധികം ചൈനീസ് റെസ്റ്റോറൻറ്റുകളുടെ ഒരു കേന്ദ്രം കൂടിയാണത്. ഏഷ്യൻ റെസ്റ്റോറൻറ്റുകളും ധാരാളം അവിടെയുണ്ട്. ഇപ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇതുപോലെയാണ്. നല്ല ജനത്തിരക്കാണ് എല്ലായിടത്തും. റെസ്റ്റോറൻറ്റുകളിലും പബ്ബുകളിലും ബാറുകളിലും എല്ലാം വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രധാന സിറ്റി കൂടിയാണ് ന്യൂയോർക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ആകാശം മുട്ടയുള്ള ബിൽഡിങ്ങുകൾ തന്നെയാണ്. എല്ലായിടത്തും ഇതേപോലെ വലിയ ബിൽഡിങ്ങുകളാണ്. എല്ലാ പ്രധാന അട്രാക്ഷൻസും കാണുന്നതിന് വേണ്ടി ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സുകളുണ്ട്. ആ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ എവിടെയെങ്കിലും ഇഷ്ടമുള്ളിടത്ത് ഇറങ്ങാം, ആ അട്രാക്ഷൻസ് കാണാം, കുറേ സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം അതുപോലെ മറ്റൊരു ബസ് വരുമ്പോൾ അതിൽ കയറി നമുക്ക് യാത്ര ചെയ്യാം. ഇതുപോലെ നല്ല സിറ്റി മുഴുവൻ വ്യൂ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ ഒരു ടിക്കറ്റ് എടുക്കുകയാണ് നല്ലത്. അത് 48 മണിക്കൂർ, 72 മണിക്കൂർ, അങ്ങനെ പല സമയത്തേക്കുള്ള ടിക്കറ്റുകളുണ്ട്. അത്തരം ടിക്കറ്റുകൾ എടുത്ത് സ്ഥലങ്ങളെല്ലാം കാണാം. നടന്നു കാണാൻ പറ്റുന്ന ഒട്ടേറെ വ്യൂസ് ഉണ്ട്. ഇതുപോലെ തീരപ്രദേശങ്ങളുണ്ട്, ബ്രൂക്ലിൻ ബ്രിഡ്ജ്, ഫ്രീഡം ടവർ, ഇതുപോലെ നിരവധി അട്രാക്ഷൻസിന്റെ ഒരു പ്രധാന കേന്ദ്രം തന്നെയാണ് ന്യൂയോർക്ക്. അമേരിക്കയെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആദ്യം വരുന്നത് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ്. കാരണം അമേരിക്കയുടെ ഒരു സിമ്പിളായി തന്നെയാണ് ഈ ന്യൂയോർക്കിലുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടി എപ്പോഴും അവർ പ്രൊജക്ട് ചെയ്ത് കാണിക്കുക. ഇപ്പോൾ ഇത്രയും വർഷങ്ങളായി 1776-ലാണ് ഈ സ്റ്റാച്യു സ്ഥാപിച്ചത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട സ്പോട്ട് കൂടിയാണ് ന്യൂയോർക്കിലുള്ള ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. എല്ലായിടത്തും ഇന്ത്യക്കാരെ ധാരാളമായിട്ട് കാണാം. മലയാളികളെ വളരെയധികം നമുക്ക് എല്ലായിടത്തും തന്നെ കാണാനാകും. ധാരാളം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് ഈ വഴിയിൽ എല്ലായിടത്തും കാണാനായിട്ട് സാധിച്ചു. ഒട്ടേറെ പേരെ പരിചയപ്പെടാൻ പറ്റി. അവരൊക്കെ നേരിട്ട് കണ്ടതിൽ വളരെയധികം സന്തോഷം. ഇപ്പോൾ നമ്മുടെ UK ബേസ്ഡ് ആയിട്ടുള്ള ചാനലാണ് നമ്മുടേതെങ്കിലും അമേരിക്കയിൽ ഇത്രയധികം പേർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് എന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അവർ നൽകിയ സ്നേഹത്തിനും സന്തോഷത്തിനും പ്രത്യേകം നന്ദി. രാത്രിയാകുമ്പോഴേക്കും ഇതുപോലെയാണ്. വലിയ ക്രൗഡഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ന്യൂയോർക്ക്, പ്രത്യേകിച്ച് ടൈംസ് സ്ക്വയറിലും ചുറ്റുവട്ടത്തുമായിട്ട്. പകൽ സമയത്ത് നല്ല തിരക്കാണെങ്കിലും രാത്രിയിൽ നമുക്ക് നടക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു ക്രൗഡാണ് ന്യൂയോർക്ക് സിറ്റിയിൽ എല്ലായിടത്തും. ധാരാളം IT കമ്പനികളും പ്രധാന കമ്പനികളുടെ ഹെഡ്ക്വാർട്ടേഴ്സും എല്ലാം ഇവിടെയുണ്ട്. ആപ്പിൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ തുടങ്ങി പ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാം പ്രധാന കേന്ദ്രം കൂടിയാണ് ന്യൂയോർക്ക്. ഇവിടെ ജോലി ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനവും ഇന്ത്യയിൽ നിന്നുള്ളവർ തന്നെയാണ്. ധാരാളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നതാണ് IT മേഖല, സോഫ്റ്റ്വെയർ മേഖല, എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള പ്രധാന കാറ്റഗറികളിലെല്ലാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെയല്ല പലരും സെറ്റിൽ ചെയ്യുന്നത്. ഇവിടെ നിന്ന് കുറച്ച് മാറുകയാണെങ്കിൽ നമുക്ക് കാണാവുന്ന അത്രയും ദൂരത്തിലാണ് ന്യൂജേഴ്സി ഉള്ളത്. ബംഗാറുകളുണ്ട്, ഇതുപോലെ ചെറിയ ബോട്ട് സർവീസുകളുണ്ട്. അതല്ലെങ്കിൽ ഇതിൽ ടണലിലൂടെ യാത്ര ചെയ്യാൻ പറ്റിയ റോഡുകളുണ്ട്. ആ രീതിയിൽ ചിലവ് കുറഞ്ഞ സ്ഥലങ്ങളിൽ താമസിച്ചുകൊണ്ട് 1/4 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ജോലിക്ക് എത്തുന്നവരുമാണ് വളരെയധികം ഇവിടെയുള്ളത്. ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് പ്രാധാന്യം നൽകുന്ന സ്ഥലം തന്നെയാണ് ന്യൂയോർക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ സൈക്കിൾ വെച്ചിട്ടുണ്ട്, സിറ്റി സൈക്കിൾസ്. നമുക്കത് എടുക്കാം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചത് പേ ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്ത് സൈക്കിൾ വെച്ചിട്ട് നമുക്ക് പോകാം. ന്യൂയോർക്ക് എന്ന് കേൾക്കുമ്പോൾ എല്ലായിടത്തും ഇതുപോലുള്ള ബിൽഡിങ്ങുകളാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ന്യൂയോർക്ക് ഒരു വലിയ ഏരിയയാണ്, ഒരു സ്റ്റേറ്റ് ആണ് അമേരിക്കയുടെ. ആ ന്യൂയോർക്കിനുള്ളിലുള്ള മാൻഹാട്ടൻ ഏരിയയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാന സിറ്റിയാണ് സെൻട്രലൈസ്ഡ് പ്ലേസ് ആയിട്ടുള്ള ടൈംസ് സ്ക്വയർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. ബഹുഭൂരിപക്ഷം മലയാളികളും സെറ്റിൽ ചെയ്തിരിക്കുന്നത് സിറ്റിയിൽ നിന്നും വളരെ ദൂരത്തിലാണ്. ധാരാളം ഇന്ത്യൻ ഷോപ്പുകൾ എല്ലായിടത്തും കാണാം. ഇപ്പോൾ നമുക്കിവിടെ കാണുന്നത് പോലെ തന്നെ എല്ലാ ഇന്ത്യൻ ഐറ്റംസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കേരളം പോലെയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് പലയിടത്തും ഉള്ളത്. എന്നാൽ മലയാളി റെസ്റ്റോറൻറ്റുകൾ നമുക്ക് ഈ പ്രധാന സിറ്റിയിൽ കാണാനായില്ല. കുറച്ച് മാറുകയാണെങ്കിൽ മലയാളി റെസ്റ്റോറൻറ്റുകളെല്ലാം ഉണ്ട്. എന്നാൽ ഇത് പ്രധാന സെൻറ്ററിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിലാണ് എന്ന് പലരും പറയുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ളതും ഇത്തരമൊരു ചിത്രമാണെങ്കിൽ പലരും താമസിക്കുന്നത് സിറ്റി ഏരിയകളിൽ നിന്നും വളരെ ദൂരത്തിലുള്ള പ്രദേശങ്ങളിലുമാണ്. ഇത് ന്യൂയോർക്കിലെ സ്ട്രീറ്റിലൂടെ നമ്മൾ നടക്കുമ്പോൾ കാണുന്ന പ്രധാന കാഴ്ചകളിലൊന്നാണ് മാഡം ടുസഡ്സ്. ഇപ്പോൾ ലണ്ടനിൽ ഇതേ കമ്പനി തന്നെയുണ്ട്. ഇത് 200-ലധികം സെലിബ്രിറ്റീസിന്റെ, ലോകത്തിലെ പ്രധാന പൊളിറ്റീഷ്യൻസ്, ഫിലിം ആക്ടേഴ്സ് തുടങ്ങിയവരുടെയൊക്കെ മെഴുക് പ്രതിമകൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. റിയൽ ആയിട്ടുള്ള വ്യക്തിയാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള പ്രതിമകളാണ് ഇവിടെയൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. അവരുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. ഇപ്പോൾ നമുക്ക് ഇതുപോലുള്ള ധാരാളം കാഴ്ചകളുണ്ട് ന്യൂയോർക്കിൽ വരികയാണെങ്കിൽ. ഈ സ്ട്രീറ്റുകളിലൂടെയൊക്കെ നടക്കുകയാണെങ്കിൽ കുറേ ദിവസക്കാലം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അനുഭവം തന്നെയായിരിക്കും നിങ്ങൾ ന്യൂയോർക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക. അവിടെയുള്ള ന്യൂയോർക്കിലെ ജനങ്ങളിൽ പകുതിയിലധികം പേരും മറ്റ് ഭാഷകൾ സംസാരിക്കുന്നവരാണ്. ഇംഗ്ലീഷിന് പുറമെ 800-ലധികം വ്യത്യസ്ത ലാംഗ്വേജുകൾ സംസാരിക്കുന്ന ഒരു മൾട്ടി കൾച്ചറൽ
ആയിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് ന്യൂയോർക്ക്. വിവിധ രാജ്യങ്ങളിലെ 100-ലധികം രാജ്യങ്ങളിലെ ടൂറിസ്റ്റുകളെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന നല്ലൊരു അനുഭവം തന്നെയായിരിക്കും നമുക്ക് ന്യൂയോർക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുക. ഇപ്പോൾ ന്യൂയോർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലും ഇവിടെ എല്ലായിടത്തും ലൈറ്റുകളും നൈറ്റ് ലൈഫും ഉള്ളതുകൊണ്ട് തന്നെ രാത്രിയും പകലും ഇല്ലാതെ എല്ലാവരും പോകുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബുൾ സിംബലായ ബുള്ള് സ്ഥിതി ചെയ്യുന്ന ന്യൂയോർക്കിലെ വാൾ സ്ട്രീറ്റ്. ഇപ്പോൾ വളരെ മനോഹരമായ വളരെ വലിയൊരു ബുള്ളിനാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് സമീപമാണ് ഈ ബുള്ളുള്ളത്. അന്ന് വേൾഡ് ട്രേഡ് സെന്റർ തകർന്നതിന് ശേഷം ഇപ്പോഴെന്താണ് സാഹചര്യമെന്ന് പലർക്കും അറിയാൻ ആഗ്രഹമുണ്ടാവും. അതിനുശേഷം 4 വലിയ ബിൽഡിങ്ങുകളിലായിട്ടാണ് ഇപ്പോൾ ട്രേഡ് സെന്റർ പ്രവർത്തിക്കുന്നത്. ഇതിന് നടുവിലായാണ് ഈ മനോഹരമായ പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. ഇത് വേൾഡ് ട്രേഡ് സെന്റർ ഇരുന്ന സ്ഥലമാണ്. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ഇരയായതിനു ശേഷം അവിടെ ഇപ്പോൾ ഗ്രൗണ്ട് സീറോയായി മാറിയിരിക്കുന്നു. അവിടെ ഇപ്പോൾ ഒരു മെമ്മോറിയലായി സ്ഥാപിച്ചിരിക്കുന്നു. അന്ന് ആ വേൾഡ് ട്രേഡ് സെന്ററിൽ ഉണ്ടായിരുന്ന പ്രധാന ഓർമ്മകളെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അതിന്റെ മെമ്മോറിയലാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ധാരാളം വിദേശ സഞ്ചാരികളൊക്കെ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണിത്. വലിയൊരു സ്ക്വയർ ആണിത്. എല്ലാ 4 വശത്തു നിന്നും വെള്ളം ചാടുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഇവിടെ മരിച്ചവരുടെ പേരുകൾ കൊത്തിവെച്ചിരിക്കുന്നത് വലിയൊരു മെറ്റൽ സ്ട്രക്ചറിലാണ്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റലിലാണ് എല്ലാവരുടെയും പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ചുറ്റുവട്ടത്തായി നമുക്ക് നിന്ന് കാണാവുന്ന രീതിയിലുള്ള ആ മനോഹരമായൊരു പൂളാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു വെള്ളച്ചാട്ടവും. ഇവിടെ വൈഫൈ ഒക്കെ ഫ്രീ ആണ്. നമുക്ക് സിറ്റിയിലൂടെ നടക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് പുതിയ സിം ഒന്നും എടുക്കേണ്ടതില്ല. നമുക്ക് നല്ല സ്പീഡിലുള്ള വൈഫൈ ഇവിടെ നമുക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാം. അതിനുള്ള ആക്സസ് ആണ് എല്ലായിടത്തും ഉള്ളത്. ഇതൊരു ഗ്ലോബ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ കളയുന്ന പ്ലാസ്റ്റിക് കൂടുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. സിറ്റിക്ക് നടുവിലായി ഇത്രയും മനോഹരമായ രീതിയിൽ ധാരാളം മരങ്ങളെല്ലാം സംരക്ഷിച്ചിരിക്കുന്നു. ഇപ്പൊ സിറ്റിയിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഈ വലിയ പാർക്കിൽ വന്ന് സമയം ചെലവഴിക്കുന്നത് വളരെ കോമൺ ആണ്. പഴയ വേൾഡ് ട്രേഡ് സെന്റർ ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ വലിയ ഫൗണ്ടൻ സ്ഥാപിച്ചിരിക്കുന്നത്. നല്ലൊരു വെള്ളച്ചാട്ടത്തിന്റെ പ്രതീതിയും ഒരു ശാന്തമായ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതൊരു പാർക്കിന്റെ അറ്റ്മോസ്ഫിയറിലാണ് ഇപ്പോൾ ഈ സ്ഥലം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. പണ്ട് വലിയ ട്രേഡ് സെന്റർ ഇരുന്ന ആ ഒരു സ്ഥലമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ പോലെ വളരെ ബ്യൂട്ടിഫുള്ളായി അവർ സംരക്ഷിച്ചിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഒബ്സർവേറ്ററി ഉള്ളത്. അതും വലിയൊരു ബിൽഡിംഗ് ആണ്. അതിന് മുകളിൽ നമുക്ക് കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന രീതിയിൽ ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല വേൾഡ് ട്രേഡ് സെന്ററിന്റെ മറ്റ് ബിൽഡിങ്ങുകളെല്ലാം ഇവിടെ പണി പൂർത്തിയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ സഞ്ചാരികൾക്ക് ഇതൊക്കെ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം കൂടിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൽ നിന്ന് നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ സെൻട്രൽ പാർക്കിലോട്ട്. കൊളംബസ് സർക്കിളാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതിനപ്പുറത്തേക്കാണ് പ്രധാന പാർക്കുള്ളത്. വളരെ ഉയരത്തിലുള്ള ബിൽഡിങ്ങുകൾ തന്നെയാണ് വീണ്ടും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതിന് മുകളിൽ നിന്ന് നോക്കിയാൽ ന്യൂയോർക്ക് മുഴുവൻ കാണാവുന്ന രീതിയിലുള്ള ആ ഒരു ഒബ്സർവേറ്ററിയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഇപ്പൊ ന്യൂയോർക്കിൽ താമസിക്കുകയാണെങ്കിൽ ഇതെല്ലാം ചുറ്റുവട്ടത്ത് തന്നെയാണ്. നമ്മളിവിടെ വരുമ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എല്ലായിടത്തും ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. നിയർ ബൈ പ്ലേസുകളും പ്രധാനപ്പെട്ട സ്ഥലങ്ങളും എല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസികൾക്ക് അവരുടെ ആരാധനാലയങ്ങൾ പോലെ തന്നെയാണ് ഫൈനാൻസ് പഠിച്ചിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ചും കൊമേഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കാണുക എന്നുള്ളത് ഒരു പിൽഗ്രിമേജ് വിസിറ്റ് ചെയ്യുന്ന ആ ഒരു അനുഭൂതി തന്നെയാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ഒക്കെ ചെയ്യുന്നവർക്ക്, കൊമേഴ്സ് പഠിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ബികോമിനും എംകോമിനും PhDനും PhDക്കും ഒക്കെ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്ന ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നേരിട്ട് കാണുക, കൊമേഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വപ്നം തന്നെയാണ്. ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്ക് എന്നുള്ളത് ഈ പ്രധാന സിറ്റിയുടെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള മാൻഹട്ടനിലെ ന്യൂയോർക്കിലെ ടൈം സ്ക്വയർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾക്ക് നടുവിലായിട്ട് നിൽക്കുന്ന വലിയ പാർക്കാണ്. ഇത്രയധികം ഏക്കേഴ്സ് ഓഫ് ലാൻഡാണ് ഈ ഒരു പാർക്കിന് വേണ്ടി അവരെ നീക്കി വെച്ചിരിക്കുന്നത്. നമുക്കിവിടെ കാണാം വലിയ ബിൽഡിങ്ങുകൾ, ആകാശം മുട്ടയുള്ള ബിൽഡിങ്ങുകളെല്ലാം ഈ പാർക്കിന് ചുറ്റുവട്ടത്തായിട്ടുണ്ട്. ഇപ്പോൾ നടന്ന് കാണുകയാണ് ഈ പാർക്കിങ്ങിൽ നമുക്ക് 4 മണിക്കൂറെങ്കിലും നടന്നാൽ മാത്രമാണ് ഈ നടന്ന് തീർക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സുകളുണ്ട്. അതിൽ കയറി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിറങ്ങി കാഴ്ചകൾ കാണാം. ഒട്ടേറെ ഹോളിവുഡ് മൂവികൾ ചിത്രീകരിച്ച പ്രധാന പാർക്ക് കൂടിയാണിത്. ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ, അതുകൂടാതെ ഒരു നാച്ചുറലായിട്ട് അവരെങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. പാറകളും ഒക്കെയുള്ള നമ്മുടെ ഒരു കേരളത്തിലെ ഒരു വനപ്രദേശത്തിലെത്തിയ ആ ഒരു പ്രതീതി തന്നെയാണ് നമുക്ക് ഈ ന്യൂയോർക്കിലെ സിറ്റിക്ക് നടുവിലുള്ള ഈ സെൻട്രൽ പാർക്കിൽ എത്തുമ്പോൾ ലഭിക്കുക. ഇത് ചെറിയ മെട്രോ സ്റ്റേഷനുകളാണ്. ഇതിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. നല്ല കണക്ടിവിറ്റി എല്ലായിടത്തും നൽകുന്നുണ്ട്. ഇത് ന്യൂയോർക്കിലെ ബാങ്ക് ഓഫ് അമേരിക്കയുടെ വലിയ ടവറാണ്. അതിന് സമീപത്തായുള്ള ഈ ബിൽഡിംഗും ബാങ്ക് ഓഫ് അമേരിക്കയുടെ ആണ്. ഈ ബിൽഡിങ്ങുകളിൽ പലതും ഈ ബാങ്ക് ഓഫ് അമേരിക്ക പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിലുള്ളത്. ഇപ്പൊ ഇവിടെ വലിയ റെസ്റ്റോറന്റുകളും ചെറിയ റെസ്റ്റോറന്റുകളും എല്ലായിടത്തും നമുക്ക് കാണാനാകും. ഇതുപോലെ ചെറിയ പെട്ടിക്കടകൾ വളരെ കോമൺ ആണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ചെറിയ സ്ട്രീറ്റുകളിലൊക്കെ പോകുന്നത് പോലെ തന്നെ ധാരാളം ചെറിയ പെട്ടിക്കടകളുണ്ട്. അവിടെയെല്ലാം ഫുഡ് വിൽക്കുന്ന രീതിയുണ്ട്. UK നമുക്ക് എങ്ങും തന്നെ ഈ ഒരു രീതി നമുക്ക് കാണാനായി സാധിക്കില്ല. അവിടെ ഫുഡ് ഹൈജീൻ റേറ്റിങ്ങിനൊക്കെ വലിയ പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് UK. യാതൊരു രീതിയിലും ഫുഡ് പോയിസൺ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ആ ഒരു രീതി നമുക്ക് കാണാനാകില്ല. വഴി സൈഡിലെല്ലാം ഇതുപോലെ ഫുഡ് വിൽക്കുന്നത് നമുക്ക് കോമൺ ആയിട്ട് കാണാം ന്യൂയോർക്കിലെ പ്രധാന സിറ്റികളിലെല്ലാം. ഇവിടുത്തെ മീറ്റ് ഷോപ്പുകളൊക്കെ ഇതുപോലെയാണ്. ഇപ്പോൾ ഇത് ടർക്കിയൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. അപ്പം അതിന്റെ പീസുകളൊക്കെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് കാണാം. ലോകത്തിലെ പ്രധാന ബാങ്കുകളെല്ലാം ന്യൂയോർക്കിലും ഉണ്ട്. ഇത് ബാങ്ക് ഓഫ് ചൈനയാണ്. ഇതേപോലെ ഓരോ രാജ്യങ്ങളുടെയും ബാങ്കുകൾ നമുക്കിവിടെ കാണാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ന്യൂയോർക്കിലുണ്ട്.
ഇത് ന്യൂയോർക്കിലെ ഫേമസ് ആയിട്ടുള്ള അയൺ ബിൽഡിംഗ് ആണ്. വളരെ പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ് കാണുന്നത്. അതിന് ചുറ്റുവട്ടത്തായി ധാരാളം പുതിയ ബിൽഡിങ്ങുകളെല്ലാം വന്നെങ്കിലും ഇപ്പോഴും ആ പഴയ ബിൽഡിംഗ് വളരെ ഉയരത്തിൽ തന്നെ അവിടെ നിലനിൽക്കുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഉണ്ട്. ഇതിന് ചുറ്റുവട്ടത്തായാണ് പ്രധാന ലാൻഡ്മാർക്കുകളെല്ലാം ഉള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലൈബ്രറിയിലാണ്. ബ്രയാൻ പാർക്കിന് സമീപമാണ് ന്യൂയോർക്ക് ലൈബ്രറി ഉള്ളത്. ഇവിടെ വലിയ ബ്രിട്ടീഷ് ലൈബ്രറി പോലെ തന്നെ അമേരിക്കയിലെ തന്നെ വലിയ പ്രാധാന്യമുള്ള പ്രധാന ലൈബ്രറി കൂടിയാണ് ന്യൂയോർക്ക് ലൈബ്രറി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബ്രയാൻ പാർക്കിലാണ്. വളരെ മനോഹരമായ ഒരു പാർക്കാണിത്. നമുക്ക് ഇവിടെ ചുറ്റുവട്ടത്തായി കാണാം ആകാശം മുട്ടയുള്ള ബിൽഡിങ്ങുകളാണ് എല്ലായിടത്തും. അതുകൊണ്ട് തന്നെ അതിന്റെ ഷെയ്ഡാണ് ഇവിടെയെല്ലാം. രാവിലെ ഇപ്പൊ തണുപ്പുള്ള കാലാവസ്ഥയാണ്. ചെറുതായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും തിരക്കിന് യാതൊരു കുറവുമില്ല. ഇപ്പൊ പലരും പറയാറുണ്ട് ലണ്ടനിൽ വരികയാണെങ്കിൽ അവിടെ എപ്പോഴും റാലികളാണ്, സമരങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇപ്പൊ അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ. ഇതുപോലുള്ള റാലികൾ വളരെ കോമൺ ആണ്. റോഡുകളെല്ലാം ബ്ലോക്ക് ആക്കുന്ന രീതിയിൽ ഇതുപോലെ റാലികൾ നമുക്ക് എല്ലായിടത്തും കാണാം. ഇതിപ്പോഴൊരു ചൈനീസ് കമ്മ്യൂണിറ്റിയുടെ ഒരു റാലിയാണ് ഇപ്പോൾ ഇതിൽ കടന്നു പോകുന്നത്. അതേപോലെ പാലസ്തീൻ അനുകൂല റാലികളെല്ലാം ന്യൂയോർക്കിലുമുണ്ട്. ചൈനീസ് കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള അബ്യൂസുകൾ ഇല്ലാതാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു റാലിയാണിത്. What is it called? Can you explain? Yes, so we're practicing this Buddhism religion called Falun Dafa. ഇതുപോലെ പ്രധാന ബ്രാൻഡുകളുടെ എല്ലാം ഷോറൂം ഇവിടെയുണ്ട്. ഇത് റോളക്സിന്റെ ഷോറൂമാണിത്. ഇതുപോലെ വില കൂടിയ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന അതിന്റെ പ്രധാന ബ്രാൻഡുകളുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് ന്യൂയോർക്ക്. ബ്രയൻ പാർക്കില് ഇതുപോലെ ഷോപ്പിങ്ങിന് വേണ്ടി താൽക്കാലികമായിട്ടുള്ള ധാരാളം ചെറിയ കടകളുണ്ട്. അപ്പോൾ അത് താൽക്കാലികമായിട്ടുള്ള കടകളാണ്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള റബ്ബർ തോട്ടത്തിനുള്ളിലുള്ള കടകൾ പോലെയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ തോന്നുക. അതുപോലെ ധാരാളം ചെറിയ താൽക്കാലിക ഷോപ്പുകളൊക്കെ ഉള്ളത്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പോലുള്ള ചെറിയ വിലയ്ക്കുള്ള ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ചെറിയ കടകൾ ധാരാളമാണ് ഇവിടെയെല്ലാം. പ്രധാന സിറ്റിയുടെ നടുവിലാണ് ഈ മനോഹരമായ പാർക്കുള്ളത്. മരങ്ങളൊക്കെ ധാരാളം ഇവിടെയുണ്ട്. അപ്പോൾ ഇതിനടിയിലും വേറെ ഫെസിലിറ്റികളുണ്ട്. ഇവിടെ ബിൽഡിങ്ങിന്റെ ഒക്കെ ബേസ്മെന്റ് ആണ് ഏറ്റവും അടിയിലോട്ടുള്ളത്. പ്രധാന സിറ്റിയുടെ സെൻട്രലായിട്ടാണ് ഈ ലൈബ്രറി ഉള്ളത്. നമുക്ക് ചുറ്റുവട്ടത്ത് കാണാം വലിയ ബിൽഡിങ്ങുകളെല്ലാം. വളരെ വലിയ ബിൽഡിങ്ങുകൾക്കെല്ലാം നടുവിലായിട്ട് ഈ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നു. ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഈ ലൈബ്രറിയിലുള്ളത്. ന്യൂയോർക്ക് ലൈബ്രറിയാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്ക് കൂടിയാണിത്. നമുക്ക് ലൈബ്രറിയുടെ ഉള്ളിലൊന്ന് പോയി നോക്കാം. എങ്ങനെയാണ് ബ്രിട്ടീഷ് ലൈബ്രറി പോലെയാണ് നമുക്കൊന്ന് പോയി നോക്കാം. വലിയൊരു ലൈബ്രറിയാണ്. നമ്മളിതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ കുറേ സമയം നടക്കാനുണ്ട്. വലിയൊരു പാലസിനുള്ളിൽ കയറി ഇതുപോലെയാണ്. മുഴുവൻ മാർബിൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ലൈബ്രറിയാണ്. ഇവിടെ ധാരാളം പേരാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഈ ലൈബ്രറി മ്യൂസിയമായിട്ടാണ് ഉപയോഗിക്കുന്നത്. സെക്യൂരിറ്റി ചെക്കിങ്ങിനൊക്കെ ശേഷമാണ് ഇങ്ങോട്ട് ആളുകളെ കടത്തിവിടുന്നുള്ളൂ. അപ്പോൾ താഴെ ഇതുപോലെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് നമുക്ക് ഇതിനുള്ളിൽ വന്ന് എത്ര സമയം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇതിന് ടിക്കറ്റൊന്നുമില്ല. ബുക്സ് വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, റിസർച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ലൈബ്രറിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള മുഴുവൻ മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ആണ് ഈ ന്യൂയോർക്ക് മ്യൂസിയം. പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം അവരുടെ മോഡലുകളെ ഉപയോഗിച്ച് പിക്ചർ എടുക്കുന്ന സ്ഥലം കൂടിയാണിത്. ഒട്ടേറെ ഹോളിവുഡ് മൂവികളിൽ ഇടം പിടിച്ച ഒരു പ്രധാന ലാൻഡ്മാർക്ക് കൂടിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ധാരാളം പേരാണ് പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. വിവാഹം കഴിഞ്ഞാൽ ഉടൻ തന്നെ കപ്പിൾസ് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്ന രീതിയുണ്ട്. അത്തരം ധാരാളം കപ്പിൾസിനെ നമുക്ക് ഇവിടെ കാണാം. അതേപോലെ തന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ ഡ്രസ്സിൽ ഇവിടെ വന്ന് അവരുടെ ഫോട്ടോ എടുക്കുന്ന രീതിയുമുണ്ട്. അതുപോലെ വളരെ മനോഹരമായ ഫോട്ടോ സ്പോട്ടുകളാണ് ഈ മ്യൂസിയത്തിന് ചുറ്റുമുള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന ഒരു ലാൻഡ്മാർക്ക് ബിൽഡിംഗ് ആണ്. എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ആണ് ആ കാണുന്നത്. ഇവിടെ പലരും പറയാറുള്ള ഒരു കാര്യമാണ് അമേരിക്കയിലെ പോലീസുകാർ എങ്ങനെയാണ് വളരെ ഫ്രണ്ട്ലി ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പോലീസാണ് ഇവിടെ ഉള്ളത്. എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാവുന്ന ഒരു പ്രൊഫഷണൽ ക്യാരക്ടറാണ് പോലീസുകാർ എപ്പോഴും കീപ്പ് ചെയ്യുക. 24 hours ആ ഒരു പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വളരെ സേഫായിട്ട് തന്നെ വിസിറ്റ് ചെയ്യാം. യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഇവിടെ ധാരാളം ബഗേഴ്സും ഡ്രഗ്സ് എല്ലാം കഴിച്ച് റോഡ് സൈഡിലെല്ലാം കിടക്കുന്ന ആളുകളെ വളരെ കോമൺ ആയിട്ട് ഈ സിറ്റികളിൽ എല്ലായിടത്തും കാണാം. അത് ഒരു രാജ്യത്ത് കൂടുതൽ ഫ്രീഡം നൽകുമ്പോൾ, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ഷോപ്പുകൾക്ക് ഗവൺമെന്റ് അനുവാദം നൽകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റികളുടെ ഒരു കേന്ദ്രം കൂടിയാണ്. ധാരാളം യൂണിവേഴ്സിറ്റികളാണ് ഇവിടെയുള്ളത്. നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഇവിടെ എല്ലായിടത്തും കാണാം. ഇത് ന്യൂയോർക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഒട്ടനവധി യൂണിവേഴ്സിറ്റികളാണ് ന്യൂയോർക്കിലുള്ളത്. അതുകൂടാതെ അമേരിക്കയുടെ മറ്റ് പ്രദേശങ്ങളിലും ഉള്ളത്. ഇപ്പോൾ മലയാളികൾ ഉൾപ്പെടെയുള്ള സ്റ്റുഡൻസിന് ന്യൂയോർക്കിലോ അമേരിക്കയുടെ മറ്റ് പ്രദേശങ്ങളിലോ വന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധാരാളം യൂണിവേഴ്സിറ്റികളാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്നത് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനായി. UK അതുപോലെ തന്നെ സിറ്റിയോട് ചേർന്ന് ഇതുപോലെ ധാരാളം പാർക്കുകളൊക്കെ നമുക്ക് കാണാം. മനോഹരമായ പൂക്കളാണ് ഇവിടെ എല്ലാം ഉള്ളത്. അതുകൂടാതെ നല്ല റിലാക്സ് ചെയ്യാവുന്ന രീതിയിൽ ചെറിയ ചെറിയ പാർക്കുകൾ, ഇതുപോലെ ചെറിയ ഫൗണ്ടനൊക്കെ സ്ഥാപിച്ചിരിക്കുന്നു. നമുക്ക് കടക്കാനുള്ള സിഗ്നൽ വന്നാലും ഇതുപോലെ സീബ്ര ലൈനിലെല്ലാം നിറയെ വണ്ടി കൊണ്ടുവന്നിട്ടിരിക്കുകയായിരിക്കും. സീബ്ര ലൈനിനുള്ളിൽ കയറ്റി വണ്ടി നിർത്തിയതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൂടെയൊക്കെ കടന്നു പോകണം. എല്ലാവരും അങ്ങനെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ സിറ്റിയിൽ ഒരു ട്രാഫിക് റെഗുലേഷൻ ഇല്ലാത്തതിന്റെ ഒരു പ്രധാന ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ യാത്രക്കാർ റോഡ് മുറിച്ച് കിടക്കണമെങ്കിൽ ഗവൺമെന്റ് അലോ ചെയ്തിരിക്കുന്ന ആ സിഗ്നൽ വന്നാലും വാഹനങ്ങളെല്ലാം റോഡ് ബ്ലോക്ക് ചെയ്ത് സീബ്ര ലൈനിൽ വണ്ടികൾ കയറ്റിയിട്ട് ഒട്ടും കടന്നു പോകാൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് പ്രധാന സിറ്റികളിലെല്ലാം ഉള്ളത്. അതുപോലെ വാഹനങ്ങൾ ഓണടിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. എപ്പോഴും ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും
കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഹോൺ അടിക്കുന്ന രീതിയാണുള്ളത്. ഇത് UK പോലെ സൈലന്റ് ആയിട്ടുള്ള ഒരു സിറ്റി അല്ല, എപ്പോഴും ഇതുപോലുള്ള നോയ്സ് ആണ് എല്ലായിടത്തും. ലോകത്തിലെ തന്നെ ഏറ്റവും ഉദാഹരണമാകേണ്ട ഒരു സിറ്റിയിലാണ് ഇതുപോലെ വയലേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുക. ഇതിനടുത്ത് നമുക്ക് കാണാം സ്മോക്കേഴ്സ് വേൾഡ്. ഇവിടെ ഈ കഞ്ചാവൊക്കെ വിൽക്കുന്ന കടകളാണ് ഇതെല്ലാം. പബ്ലിക് പ്ലേസുകളൊക്കെ എങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇതെല്ലാം. നമ്മുടെ കേരളത്തിലൊക്കെയാണെങ്കിൽ ധാരാളം പുഴകളുണ്ട്, വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എങ്കിലും അവിടുത്തെ പല ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ വളരെ ഡേർട്ടിയായി വേസ്റ്റ് എല്ലാം വലിച്ചെറിഞ്ഞ ആ ഒരു അവസ്ഥയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുള്ളവർ കേരളത്തിൽ വരുമ്പോൾ അവരെ ഡേർട്ടിയാണ് എന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണവും ഇതാണ്. ധാരാളം കമ്പനികളൊക്കെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫൊക്കെ ഇടയ്ക്ക് ബ്രേക്ക് ടൈമിൽ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതുപോലെ പബ്ലിക് പാർക്കുകളൊക്കെ ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു റിലാക്സേഷനാണ് നമുക്ക് ലഭിക്കുക. ഇപ്പോൾ ചെറിയ ചെറിയ ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങൾ, ഫ്ലവർ പ്ലാന്റുകളൊക്കെ നട്ടിരിക്കുന്നു. അവിടെ ഇരിക്കാനുള്ള ധാരാളം സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അധികം തിരക്കൊന്നുമില്ല. ഇപ്പോൾ ഉച്ച സമയമായിരിക്കുന്നു. ലഞ്ച് കഴിക്കാൻ വേണ്ടി ചിലരൊക്കെ വന്നിട്ടുണ്ട്, അല്ലാതെ വേറെ തിരക്കൊന്നുമില്ല. അപ്പോൾ നല്ല അനുഭവമാണ് നമ്മളിവിടെ നിൽക്കുക എന്നുള്ളത്. ഇത് മറ്റൊരു കഞ്ചാവ് കടയാണ്. കഞ്ചാവ് വിൽക്കുന്ന കട. കഞ്ചാവ് ബീഡികൾ, കഞ്ചാവ് അടങ്ങിയ മിഠായികൾ, അതുപോലെ കഞ്ചാവിന്റെ സബ് പ്രോഡക്റ്റുകൾ എല്ലാം വിൽക്കുന്ന കടയാണിത്. ഗവൺമെന്റ് പെർമിഷനോട് കൂടി പ്രവർത്തിക്കുന്ന ഇതുപോലെ ധാരാളം കടകൾ ഇവിടെ എല്ലാം ഉണ്ട്. ഇത്തരം കടകളുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് ന്യൂയോർക്ക്. ചെറിയൊരു മഴ പെയ്തതേ ഉള്ളൂ. ചെറിയൊരു മഴ പെയ്താലും സിറ്റി ഇതുപോലെയാകും, കംപ്ലീറ്റ് ഡേർട്ടി ആകും. എല്ലായിടത്തും വെള്ളക്കെട്ടായിരിക്കും. നടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും മഴ പെയ്ത് കഴിഞ്ഞാൽ. ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം എങ്ങും ഇല്ല പ്രധാനപ്പെട്ട ന്യൂയോർക്ക് സിറ്റിയിലെങ്ങും. അപ്പോൾ നമുക്ക് കാണാവുന്ന പോലെ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നടക്കുക എന്നുള്ളത്. ധാരാളം തിയേറ്ററുകളുണ്ട്. വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് പഴയ കാലം മുതലുള്ള തിയേറ്ററുകളാണ്. ഹാരി പോട്ടറാണ് ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യുന്നത്. ടൈം സ്ക്വയർ വലിയ ഡേർട്ടി ആയിട്ടുള്ള പ്ലേസ് ആണ്. എല്ലായിടത്തും വളരെ ക്ലീൻ അല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചിങ്ങ് മാറുകയാണെങ്കിൽ തീരപ്രദേശത്തേക്ക് വരുമ്പോൾ നല്ല മനോഹരമായിട്ടാണ് ഇവിടെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഫുട്പാത്തും സ്ട്രീറ്റും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഇതുപോലുള്ള ചെറിയ പെട്ടിക്കടകൾ. അവിടെ ഇതുപോലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുകയാണ്. ബാംഗ്ലൂരിലൊക്കെ ഉള്ളതുപോലെയാണ് ഇവിടെ ചെറിയ കടകൾ ധാരാളമുണ്ട്. കൂൾ ഡ്രിങ്ക്സ് അടക്കമുള്ള സാധനങ്ങളൊക്കെ ചെറിയൊരു ക്യാഷിന് നമുക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ $5 $10 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടുന്ന ഇതുപോലെ ധാരാളം ചെറിയ സെന്ററുകളുണ്ട്. ഇതുപോലെ നമുക്ക് സ്നാക്സ് ഒക്കെ വാങ്ങി കഴിക്കുന്നതിന് വേണ്ടി ധാരാളം കടകളാണ് ഈ സിറ്റി സെന്ററിലെല്ലാം ഉള്ളത്. ഇത് താൽക്കാലിക കടകളാണ്, സൈക്കിൾ വണ്ടികളാണ് ഇതെല്ലാം. ചെറിയ ചെറിയ അട്രാക്ഷൻസ് ധാരാളം ഉണ്ട് ന്യൂയോർക്കിൽ ചുറ്റുവട്ടത്തായി. 1-2 ആഴ്ചക്കാലം താമസിക്കാൻ പറ്റുന്ന, ഹോളിഡേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലം തന്നെയാണ് ന്യൂയോർക്ക്. ലോകത്തിലെ വിസിറ്റ് ചെയ്യേണ്ട സിറ്റികളിലൊന്നു തന്നെയാണ് ന്യൂയോർക്ക്. എന്തൊക്കെയാലും കുറേ അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും ഒക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലം തന്നെയാണ്. അമേരിക്കയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ആദ്യം ന്യൂയോർക്ക് സൈഡിൽ വരിക, പിന്നെ ഇതിൻ്റെ അതർ സൈഡിൽ വരിക, ഡല്ലാസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലോട്ട് പോകാം. അതുപോലെ ധാരാളം സ്ഥലങ്ങൾ, ഒട്ടേറെ ബീച്ചുകളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളും എല്ലാം ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക. ജോൺ എഫ് കെന്നഡി എയർപോർട്ടിൽ വരികയാണെങ്കിൽ കുറച്ച് നേരത്തെ എത്തുക, കാരണം വലിയ ക്യൂ ആണ്. നമ്മൾ വന്ന സമയത്ത് അധികം ക്യൂ ഇല്ലായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂറോളം ക്യൂവിൽ നിന്നപ്പോഴേക്കും നമുക്ക് അവിടെ എത്താനായി. എന്നാൽ ഇപ്പോൾ വീണ്ടും ക്യൂ വളരെയധികമായിരിക്കുന്നു. ഏകദേശം 1 മണിക്കൂറിലധികം ക്യൂ നിന്നാൽ മാത്രമാണ് നമുക്ക് ഇവിടെ ചെക്ക് ഇൻ കൗണ്ടറിലോട്ട് എത്താനായിട്ട് പറ്റുള്ളൂ. ധാരാളം പേര് വരുന്ന വലിയൊരു എയർപോർട്ടാണ്. പക്ഷേ ആവശ്യത്തിന് കൗണ്ടറുകൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെക്കിങ്ങിന് നേരത്തെ വന്നില്ലെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് കിട്ടില്ല ഇവിടെ. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പല ക്ലാസ്സുകളായിട്ടാണ് ചെക്കിങ്. പ്രീമിയം, വേൾഡ് ക്ലാസ്, വേൾഡ് ട്രാവൽ, വേൾഡ് ട്രാവലർ പ്ലസ്, അങ്ങനെ പല ക്ലാസിഫിക്കേഷനാണ്. 9 ടെർമിനലുകളുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 8ാമത്തെ ടെർമിനലാണ്. വലിയൊരു എയർപോർട്ടാണ്. ലണ്ടൻ ഹീത്രോ എയർപോർട്ട് പോലെ തന്നെ അമേരിക്കയിലെ ഏറ്റവും തിരക്ക് കൂടിയ എയർപോർട്ടുകളിലൊന്നാണ് ജോൺ എഫ് കെന്നഡി എയർപോർട്ട്. നമ്മുടെ ബ്രിട്ടീഷ് പാസ്പോർട്ട് ആയതുകൊണ്ട് തന്നെ അധികം ഇമിഗ്രേഷൻ ചെക്കുകളൊന്നും നമുക്കില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാനാകും. എന്നാൽ മറ്റ് രാജ്യങ്ങളുടെ പാസ്പോർട്ടാണെങ്കിൽ കൂടുതൽ സമയം കൊണ്ടാണ് ചെക്കിങ്ങുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഗേറ്റിലോട്ട് എത്താനാകും. എയർപോർട്ടിൻ്റെ ഉള്ളിൽ ചെക്കിങ് കഴിഞ്ഞാൽ വളരെ വിശാലമായ ഏരിയയാണ്. നമ്മൾ ഇതുപോലെ കാണുന്നത് പോലെ തന്നെ വളരെ വിശാലമായ ഏരിയ. ഇത് നമുക്ക് ഗേറ്റിനടുത്തേക്ക് പോകാം. ബ്രിട്ടീഷ് എയർവേസിനും അമേരിക്കൻ എയർലൈൻസിനും പ്രത്യേക ലോഞ്ച് ഉണ്ട്. നമുക്ക് ഏത് ലോഞ്ച് വേണമെങ്കിലും ഉപയോഗിക്കാം. വിശാലമായ ഏരിയയാണ്. ചെക്കിങ് കഴിഞ്ഞതിന് ശേഷമാണ് വളരെ നല്ല ഫെസിലിറ്റി നമുക്ക് ലഭിക്കുക. ധാരാളം ആർട്ട് വർക്കുകളൊക്കെ ഉണ്ട്. വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു എയർപോർട്ടാണിത്. ഈ എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകത, ഇവിടുന്ന് ലോങ് ഫ്ലൈറ്റുകളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഇത് ന്യൂസിലൻഡിലെ ഓക്ലാൻഡിലോട്ടുള്ള ഫ്ലൈറ്റാണ് ഇപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 22 മണിക്കൂർ 10 മിനിറ്റാണ് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള അമേരിക്കൻ എയർലൈൻസിൻ്റെ ന്യൂസിലൻഡിലെ ഓക്ലാൻഡിലോട്ടുള്ള ഫ്ലൈറ്റ് ചെന്നെത്തുക. ലോങ് ഡ്യൂറേഷനുള്ള ഫ്ലൈറ്റുകൾ ധാരാളമുള്ള ഒരു എയർപോർട്ടാണ് ജോൺ എഫ് കെന്നഡി എയർപോർട്ട്. സാധാരണ പ്രധാന സിറ്റികളിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ ഫ്ലൈറ്റിൽ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടാകുന്നത് വളരെ സാധാരണമാണ്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ന്യൂയോർക്കിൽ നിന്നും ലണ്ടനിലോട്ടുള്ള ബ്രിട്ടീഷ് എയർവേസിന്റെ ഫ്ലൈറ്റിൽ ബ്രിട്ടീഷ് എയർവേസിന്റെ സിഇഒയും യാത്രക്കാരിൽ ഒരാളായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു പുതിയ സ്ഥലം പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.